10ാം ക്ലാസ് CBSEയിലെ 5th ചാപ്റ്റർ ആയിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കൺസെപ്റ്റ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നതിന് മുന്നേ അതിന്റെ പിന്നിലുള്ള ചരിത്രം അല്ലെങ്കിൽ ആരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് മുന്നോട്ട് വെച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കണക്കിന്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന കാൾ ഫ്രെഡറിക് ഗോസ് ആണ്. ഗോസ് 7 വയസ്സായിരിക്കെ ഗോസ് സ്കൂളിൽ പോകുന്ന കാലം ടീച്ചർ കുട്ടികളെല്ലാവർക്കും ഒരു ചെറിയൊരു പണി കൊടുക്കാൻ വേണ്ടി എല്ലാവരോടും 1 മുതൽ 100 വരെ ഇരുന്ന് കൂട്ടാൻ പറഞ്ഞു. ടീച്ചറിന് ഒരു നേരം പോക്കാകാൻ വേണ്ടി ടീച്ചർ വിദ്യാർത്ഥികളോട് 1 മുതൽ 100 വരെ ഇരുന്ന് കൂട്ടാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ടും 7 വയസ്സുള്ള ഒരു 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒരു 30 മിനിറ്റോളം ഇരുന്ന് കൂട്ടിയെങ്കിലേ നമുക്കറിയാം 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സമ്മ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കിട്ടത്തുള്ളൂ. എന്നാൽ വളരെ മിടുക്കനായിരുന്ന ഗോസ് കേവലം 5 മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ എന്നാണ് നമ്മൾ ഹിസ്റ്ററി ഒക്കെ പറയുന്നത്, പെട്ടെന്ന് തന്നെ ഗോസ് അതിന്റെ ഉത്തരം കണ്ടെത്തുകയും ഗോസ് അത് ടീച്ചറിനെ കൊണ്ട് കാണിക്കുകയും ചെയ്തു. സോ അങ്ങനെ എങ്ങനെയാണ് ഗോസ് ആ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ സമ കണ്ടുപിടിച്ചത് എന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനെ ബേസ് ചെയ്തിട്ടാണ്. ഗോസ് അന്ന് കണ്ടുപിടിച്ച 1 മുതൽ 100 വരെയുള്ള സമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഡിറൈവ് ആയത്. സോ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് പ്രോഗ്രഷൻ, എങ്ങനെ ഗോസ 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ കണ്ടുപിടിച്ചു എന്നുള്ളത് ഈ പാഠത്തിന്റെ അവസാനം നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇപ്പോൾ എന്താണ് പ്രോഗ്രഷൻ? പ്രോഗ്രഷൻ അഥവാ ശ്രേണി എന്ന് പറയുന്നത് ഒരു കൂട്ടം നമ്പറുകൾ നമ്മൾ കോമ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. ഉദാഹരണം കാണിച്ചാൽ 10, 100, 1000 എക്സെട്ര. ഇങ്ങനെ 10, 100, 1000 എക്സെട്ര. നെക്സ്റ്റ് ടേം, അടുത്ത ടേം എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഒരു ജനറൽ ആയിട്ട് ഒരു ഫോർമുല ഒരു കൂട്ടം നമ്പറുകൾക്കിടയിൽ ഉണ്ടെങ്കിൽ ആ ഫോർമുല ഉപയോഗിച്ച് അടുത്ത് വരുന്ന പദങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു സംഖ്യകളുടെ ആ ഒരു കോമയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. സോ പ്രോഗ്രഷൻ മീൻസ് ഇറ്റ്സ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ് സെപ്പറേറ്റഡ് ബൈ കോമാസ് ഹാവിങ് എ കോമൺ റിലേഷൻഷിപ്പ്. അതായത് ഒരു പൊതുവായ സ്വഭാവമുള്ള ഒരു കൂട്ടം നമ്പറുകൾ കോമ ഉപയോഗിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. ഇവിടെ ഒരു അടുത്തൊരു ലാസ്റ്റ് ടൈം അല്ലെങ്കിൽ ഒരു ഇത്രാമത്തെ പദം 10ാമത്തെ പദം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ജനറൽ ഫോർമുലയുണ്ട്. ഇനി പലതരത്തിലുള്ള പ്രോഗ്രഷനുകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് ഏത്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ, ജോമെട്രിക് പ്രോഗ്രഷൻ, ഹാർമോണിക് പ്രോഗ്രഷൻ, ഇങ്ങനെ നിരവധി പ്രോഗ്രഷനുകളുണ്ട്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. സോ എന്താണ് അരിത്തമെറ്റിക്? അരിത്തമെറ്റിക്കിന്റെ മലയാളം എന്ന് പറയുന്നത്, മലയാളം കുറച്ചു പേരെങ്കിലും കേട്ടിട്ടുള്ളതായിരിക്കും, സമാന്തരം. എന്താ സമാന്തരം? സോ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് സമാന്തര ശ്രേണി അല്ലെങ്കിൽ AP ഒക്കെ നമ്മൾ പറയും. എന്താണ് സമാന്തര ശ്രേണി? സമം എന്ന് പറഞ്ഞാൽ തുല്യം, അന്തരം എന്ന് പറഞ്ഞാലോ രണ്ടുപേര് തമ്മിലുള്ള അന്തരം എന്ന് പറഞ്ഞാലോ അവർ തമ്മിലുള്ള വ്യത്യാസം. സോ പദങ്ങൾ തമ്മിൽ തുല്യ വ്യത്യാസങ്ങളാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ 4, 14, 24 എക്സെട്ര. ഇവിടെ പ്രോഗ്രഷനിലെ ഓരോ എലമെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരുകൾ ടേം എന്നാണ്. ഇത് 1ാമത്തെ ടേം, ഇത് 2ാമത്തെ ടേം, ഇത് 3ാമത്തെ ടേം, അങ്ങനെ മൂവ് ചെയ്യും. സോ ഈ പറയുന്ന ശ്രേണിയിലെ ഈ പറയുന്ന പ്രോഗ്രഷനിലെ 1ാമത്തെ ടേം ആണ് 4, 2ാമത്തെ പദമാണ് 14, 3ാമത്തെ പദമാണ് 24. സോ ഇവിടുത്തെ വ്യത്യാസം എന്താ? 1ാമത്തെ പദവും 2ാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസം എന്താ? 10 ആണ് വ്യത്യാസം. 2ാമത്തെ പദത്തിൽ നിന്ന് 1ാമത്തെ പദം കുറച്ചാലുള്ള അവിടുത്തെ വ്യത്യാസം എത്രയാണ്? 10 ആണ്. അതേപോലെ 3ാമത്തെ പദത്തിൽ നിന്ന് 2ാമത്തെ പദം കുറച്ചാലോ അവിടെയുള്ള വ്യത്യാസം എത്രയാണ്? 10 തന്നെയാണ്. അതായത് ഒരു ശ്രേണിയിലെ അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണ്. തുല്യ വ്യത്യാസങ്ങളാണ്, സമമായ അന്തരങ്ങളാണ്, തുല്യ വ്യത്യാസങ്ങളാണ് ഉള്ളതെങ്കിൽ ആ പ്രോഗ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. സോ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, തുല്യ വ്യത്യാസങ്ങളുള്ള ഒരേ 2 പദങ്ങൾ തമ്മിൽ കുറയ്ക്കുമ്പോൾ തുല്യ വ്യത്യാസങ്ങളാണ് ഉള്ളതെങ്കിൽ അതിനെ ആ സീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി അരിത്തമെറ്റിക് സീക്വൻസിന്റെ കുറെ ടേമുകൾ, കുറെ ഫസ്റ്റ് ടൈം എന്താണ്, വ്യത്യാസങ്ങൾ എന്താണ്, ഇതൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരോ ലെറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ലെറ്ററുകളെ കുറിച്ച് നമുക്ക് നോക്കാം. സോ
ഒരു സീക്വൻസ് ഞാൻ എഴുതുവാണ് 5, 15, 25 എക്സെട്ര 5, 15, 25 എക്സെട്ര. സോ ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. ഫസ്റ്റ് ടേമിനെ ഉപയോഗിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എന്ന് പറയുന്നത് എ ആണ്. ഫസ്റ്റ് ടേമിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എ ആണ്. എ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ, സമാന്തര ശ്രേണി ആവണമെങ്കിൽ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവണമെങ്കിൽ, AP ആവണമെങ്കിൽ ഞാൻ പറഞ്ഞു ഈ വ്യത്യാസങ്ങൾ അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള, അടുത്തടുത്ത പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. സോ അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമാണെന്ന് നോക്ക്. 5 മുതൽ 15, 15 5 കുറച്ചാലുള്ള വ്യത്യാസം 10, ഡിഫറൻസ് 10. 25 നിന്ന് 15 കുറച്ചാലുള്ള വ്യത്യാസവും 10 തന്നെ. സോ ഈ ഡിഫറൻസ് സെയിം ആണ്. സോ ഈ സീക്വൻസ് എന്താണ്? ഈ പ്രോഗ്രഷൻ എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ്. സോ ഈ ഡിഫറൻസ്, ഈ ഒരു വ്യത്യാസത്തെ സെയിം ആണെങ്കിൽ അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെന്ന് പറഞ്ഞു. ആ വ്യത്യാസത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ഡി. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ആ ഡിഫറൻസുകളെല്ലാം തുല്യമാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും കോമൺ ഡിഫറൻസ്. സോ ഒരു സീക്വൻസ്, ഒരു പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയണമെങ്കിൽ അതിന് കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കണം. മലയാളം കോമൺ ഡിഫറൻസിന്റെ മലയാളം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം, പൊതുവായ തുല്യമായ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. സോ കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സീക്വൻസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാം. ഇനി ഒരു APയിലെ ഒന്നാമത്തെ പദം ഞാൻ പറഞ്ഞു എ എന്ന് പറഞ്ഞു. പക്ഷെ ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ F എന്ന് പറയും, T1 എന്ന് പറയും, A1 എന്ന് പറയും, X1 എന്ന് പറയും. ഇപ്പം ഫസ്റ്റ് ടേം A1 എന്നെടുത്താൽ സെക്കൻഡ് ടേം നമുക്ക് എന്ത് പറയാം? A2. ശരിയല്ലേ? മൂന്നാമത്തെ പദം നമുക്ക് എന്തെന്ന് പറയാം? A3. ഇങ്ങനെ പോകും. അങ്ങനെ ഒരു APയിൽ 10ാമത്തെ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A10. 15ാമത്തെ പദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15th ടേം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A15. സോ എന്ത് ടേം ഏതാണെന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അതിനെ പറയുന്നതാണ് AN. AN മീൻസ് എന്ത് ടേം, എന്നാം പദം എന്ന് പറയും. സോ ഇത് മൂന്നുമാണ് ഫസ്റ്റ് ടോപ്പിക്കിന് എന്ത് ടേം ഓഫ് ആൻ APക്ക് നമുക്ക് വേണ്ട 3 ടേമുകൾ. A, D, AN. N എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു APയിൽ 10 ടേമാണ്, 10 പദങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ പറയും, അവിടുത്തെ എന്നിന്റെ വാല്യൂ 10 എന്ന് പറയും. 10 പദങ്ങളാണ്, 10 ടേംസ് ആണ് ഉള്ളതെന്ന് പറയും. അപ്പം അവിടുത്തെ ലാസ്റ്റ് ടൈം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A10 ആയിരിക്കും. എന്നിന്റെ വാല്യൂ 10 ആയതുകൊണ്ട് A10 ആയിരിക്കും അവിടുത്തെ ലാസ്റ്റ് ടേം. ഇനി ഫസ്റ്റ് മെയിൻ ടോപ്പിക് ആയിട്ടുള്ള, APയിലെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള ANന് എന്ത് ടേമിന് ഒരു ഇക്വേഷൻ, അതാണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു AN എന്ന് പറഞ്ഞത് ഒരു APയിലെ എത്രാമത്തെ പദമാണ്? N-ാമത്തെ പദമാണ്. നമുക്കറിയത്തില്ല, അത് ചിലപ്പോൾ ലാസ്റ്റ് ടൈം ആവാം, 10ാമത്തെ ആവാം, 20 ആവാം. എന്നിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് ANന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. സോ ഫസ്റ്റ് ടൈം A1 ഞാൻ പറഞ്ഞു, A1നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? A എന്നും എങ്ങനെ ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ പദം നമുക്ക് എപ്പോഴാണ് കിട്ടുന്നത്? ഒരു സീക്വൻസ് AP ആവണമെങ്കിൽ ഈ ഒരു സീക്വൻസ് നോക്കിയേ, 5, 10, 5, 15, 25 എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസ്, ഇവിടെ 5ന്റെ കൂടെ 10 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 15 കിട്ടി. അല്ലെ 15ന്റെ കൂടെ 10 ആഡ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 25 കിട്ടി. അല്ലെങ്കിൽ വേറൊരു സീക്വൻസ് എടുക്കാം നമുക്ക്, 100, 80, 60, 40 എക്സെട്ര, 100, 80, 60, 40 എക്സെട്ര. ഇവിടെയോ 20 കുറഞ്ഞു പോവാ. 100ൽ നിന്ന് 100ൽ നിന്ന് 20 കുറച്ചപ്പോൾ 80, പിന്നെയും 20 നമ്മൾ കുറയ്ക്കുമ്പോൾ 60, 40 അങ്ങനെ പോകുന്നു. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എത്രയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ടൈമിൽ സെക്കൻഡ് ടൈം അല്ല കുറയ്ക്കുന്നത്, സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ടൈമാ കുറയ്ക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചാൽ 20 അല്ല, 80ൽ നിന്ന് 100 കുറയ്ക്കുന്ന എത്രയായിരിക്കും? -20 ആയിരിക്കും. സോ ഈ ഒരു ഡിഫറൻസ് ഇവിടെ നമ്മൾ -20, ഒന്നെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സീക്വൻസിൽ നമ്മൾ പറയും 10 ആഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. അതല്ല ഈ സീക്വൻസ് നമ്മൾ എന്ത് പറയും? 20 സബ്സ്ട്രാക്ട് ചെയ്ത് 20 കുറച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ സീക്വൻസ് കിട്ടും, ആ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ കിട്ടും. അതല്ലെങ്കിൽ വേറെ രീതിയിൽ എനിക്ക് ഇവിടെ പറയാം, ഞാൻ -20 ആഡ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? അവിടെയുള്ള ഈ കാണിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. സോ സെക്കൻഡ് ടേം A2 എനിക്ക് കിട്ടുന്നത് എയോടുകൂടി ഫസ്റ്റ് ടേമിനോട് കൂടി എന്ത് ആഡ് ചെയ്യുമ്പോഴാ? ആ വ്യത്യാസം, ആ പൊതുവായിട്ടുള്ള വ്യത്യാസം, ആ കോമൺ ഡിഫറൻസ് എന്ത് ചെയ്യുമ്പോഴാ? ഒരു കോമൺ ഡിഫറൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴാ. ശരിയല്ലേ? ഇനി അടുത്ത ടേം 5നോട് കൂടി 10 ആഡ് ചെയ്തപ്പോൾ, ഒരു കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 10 ആഡ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 15 കിട്ടി.
ഇനി അതേ 15നോടുകൂടി വീണ്ടും അതേ പൊതുവ്യത്യാസം ഞാൻ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 25 കിട്ടും. അതായത് സെക്കൻഡ് ടേമിനോട് കൂടി ഒന്നും കൂടി ഞാൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? തേർഡ് ടേം കിട്ടും. സോ A3 എന്ന് പറയുന്നത് എന്താണ്? ഈ സെക്കൻഡ് ടേമായ A2നോട് കൂടി എന്ത് ആഡ് ചെയ്യുന്നതാണ്? കോമൺ ഡിഫറൻസ്, ഒരു കോമൺ ഡിഫറൻസ് കൂടി എന്ത് ചെയ്യുന്നതാണ്? ആഡ് ചെയ്യുന്നതാണ്. A2 നമുക്ക് ഓൾറെഡി അറിയാം. A2 എന്താണ്? A+D ആണ്. എയോട് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തതാണ്. സോ A3 നമുക്ക് എന്ത് പറയാം? A+D+D അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? A+2D. അതായത് എയോട് കൂടി ഫസ്റ്റ് ടേമിനോട് കൂടി ഒന്നാമത്തെ പദത്തോട് കൂടി രണ്ട് കോമൺ ഡിഫറൻസ്, രണ്ട് പൊതുവ്യത്യാസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ടേം കിട്ടും? മൂന്നാമത്തെ ടേം കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്ക് പറയാം, ഇപ്പം A5 ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ, A5 ആണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ A1 നമുക്കറിയാം ഫസ്റ്റ് ടേം. A2 വന്നപ്പോൾ ഇവിടെ A2 വന്നപ്പോൾ ഇവിടെ എത്ര നമ്പർ വന്നു? 1 എന്ന് പറയുന്ന നമ്പർ വന്നു. ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. A3 വന്നപ്പോൾ അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? A+2D ആണ്. 3 വന്നപ്പോൾ ഇവിടുത്തെ സംഖ്യ എന്തായി? 2 ആയി. സോ ഇവിടെ 5 വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതായിരിക്കും നമ്പർ വരേണ്ടത്? 4 ആയിരിക്കും. ശരിയല്ലേ? സോ A+ എത്ര D? 4D ആണ് A5ന്റെ ഇക്വേഷൻ. സോ ജനറലി പോകുന്നതിന് മുന്നേ എന്താ A10ന്റെ നിങ്ങൾക്കൊന്ന് പറയാമോ? A10 10ാമത്തെ പദം. A10 എന്ന് പറയുന്നത് എയോട് കൂടി എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതായിരിക്കും? 9. കാരണം ഇവിടെ 5 വന്നപ്പോൾ 4 വന്നു, 3 വന്നപ്പോൾ ഇവിടെ 2 വന്നു. സോ 10 വരുമ്പോൾ ഇവിടെ എത്ര വരും? A+9D ആയിരിക്കും. സോ നമ്മൾ ഇതിന്റെ ജനറൽ ഫോർമുല എന്ത് ടേമിന്റെ ഫോർമുലയിലോട്ട് നമ്മൾ പോവുകയാണ്? an മീൻസ് നമുക്കറിയത്തില്ല എന്നിന്റെ വാല്യൂ ഏത് വേണമെങ്കിലും ആവാം. 20 ആവാം, 30 ആവാം, 40 ആവാം, ഏത് വാല്യൂ ആയിക്കോട്ടെ. ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ന്റെ ഇക്വേഷൻ A+, ഇവിടെ 5 വന്നപ്പോൾ എത്ര വന്നു? 4 വന്നു. 10 വന്നപ്പോൾ എത്ര വന്നു? 9 വന്നു. സോ 100 വരുമ്പോൾ എത്ര വരും? 99. ശരിയല്ലേ? 80 വരുമ്പോൾ 79. സോ n വരുമ്പോൾ എന്തായിരിക്കും? 1 കുറയ്ക്കുന്നതായിരിക്കും. സോ A+ എന്തെഴുതാം? n-1 into D. ഇതാണ് ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ nth ടേമിന്റെ ജനറൽ ഫോർമുല. an is equal to ഫോർമുല എന്താണ്? A+n-1 into D. A എന്ന് പറയുന്നത് ആ സീക്വൻസിലെ, ആ ശ്രേണിയിലെ, ആ അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഒന്നാമത്തെ പദം. D എന്ന് പറയുന്നത് ആ ശ്രേണിയുടെ പൊതുവായിട്ടുള്ള വ്യത്യാസം, ആ കോമൺ ഡിഫറൻസ് ആണ് D. n എന്ന് പറയുന്നത് എത്രാമത്തെ പദമാണോ. A100 ആണെന്നുണ്ടെങ്കിൽ n-ന്റെ അവിടെ 100 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? A+100-1 into D അല്ലെങ്കിൽ A+ എന്തെന്ന് കിട്ടും? 99D എന്ന് കിട്ടും. nth ടേം ഓഫ് ദി AP-യുടെ n-ാം പദം. അതല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് കാണും, ബീജഗണിത രൂപം. ഒരു AP-യുടെ n-ാം പദം അല്ലെങ്കിൽ ഒരു AP-യുടെ ബീജഗണിത രൂപത്തിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തത്. എന്താ? an is equal to A+n-1 into D. ഇത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോവാം. an is equal to A+n-1 into D എന്ന് പറയുന്ന ഈ ഒരു n-ാം പദത്തിന്റെ ഫോർമുല ഉപയോഗിക്കുന്ന ഒരു പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോവാം. ചോദ്യം ഇതാണ്, ക്വസ്റ്റ്യൻ ഇതാണ്. Consider an AP or consider an arithmetic progression. ഒരു AP തന്നിട്ടുണ്ട് 3, 9, 15 etc. ചോദ്യം ഇതാണ്, consider an AP 3, 9, 15 etc. Check whether 63 is a term of the AP. 63 is a term of AP. അതായത് അവിടുത്തെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത് 3, 9, 15 എന്നുള്ളതാണ്. എങ്കിൽ 63 ആ AP-യിലെ ഒരു പദമാണോ, ഒരു ടേം ആണോ? സോ ആ സീക്വൻസിലെ ഒരു പദമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എത്ര കൂടി പോകുന്ന ഈ സീക്വൻസ് നോക്കിയേ. 3, 9, 15 എത്ര കൂടിയാ പോകുന്നത്? 9 ന്ന് 3 കുറയ്ക്കുന്ന 6 കൂടി പോയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടുന്നത്. അപ്പൊ എപ്പോഴോ ഈ സീക്വൻസിനോടുകൂടി 6 കൂട്ടുമ്പോൾ 63 കിട്ടുന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇത് 63 എന്ന് പറയുന്നത് AP-യിലെ ഒരു ടേം ആണ്. പക്ഷെ 63 വേണമെങ്കിൽ നമുക്ക് മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാം. 3, 9, 15, 21. പക്ഷെ ഇപ്പൊ സംഖ്യ കൂടിയാലോ? 663. അവിടെ നമുക്ക് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എണ്ണി നമുക്ക് 63-ലോട്ട് എത്തുക അല്ലെങ്കിൽ 663-ലോട്ട് എത്തുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു പണിയാണ്.
അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഫോർമുല എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. സോ ഈ AP-യിലെ ടേമുകളാണ് 3, 9, 15 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ടേം ഇവിടെ എന്താണ്, A എന്ന് പറയുന്നത് 3 ആണ്. A എന്ന് പറയുന്നത് 3 ആണ്. ഇവിടുത്തെ വ്യത്യാസം എന്താ? വ്യത്യാസം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ടേമിൽ നിന്നല്ല സെക്കൻഡ് ടേം കുറയ്ക്കേണ്ടത്, സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം, രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാമത്തെ പദം, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് ഏത്, രണ്ടാമത്തെ പദം. 9-ൽ നിന്ന് 3 കുറയ്ക്കണം. അതല്ല എങ്കിൽ 15-ൽ നിന്ന് നമ്മൾ ഏത് കുറയ്ക്കണം, 9 കുറയ്ക്കണം. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എത്രയാ, കോമൺ ഡിഫറൻസ് എത്രയാ, 6. ഇനി ഇവിടുത്തെ എന്നിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, എന്നിന്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല, എത്രാമത്തെ പദമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. എത്രാമത്തെ പദമാണ്, 63 ഒരു പദമാണോ എന്ന് ചെക്ക് ചെയ്യാനാ ചോദിച്ചേക്കുന്നത്. സോ 63 ഇതിലെ ഒരു പദമാണെന്നുണ്ടെങ്കിൽ ഈ AP-യിലെ ഏതോ ഒരു ടേം ആയിരിക്കുമല്ലോ 63. സോ A3 63 അല്ലെങ്കിൽ A10 63, അങ്ങനെ ഞാൻ ജനറൽ ആയിട്ട് പറയാൻ AN എന്ന് പറയുന്ന എന്നാം പദം 63 ആണെങ്കിൽ, എന്നാം പദം 63 ആണെങ്കിൽ നമുക്ക് എന്നിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എന്നാം പദം 63 ആണെങ്കിൽ ഈ ഇക്വേഷനിലോട്ട് എയും ഡിയും AN ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കിയേ. AN എന്താ, 63. ഫോർമുല എന്താ, AN is equal to A plus n minus 1 into D. ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എന്താ ഫോർമുല, എന്താ, AN is equal to A plus n minus 1 into D. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 63 is equal to A എന്ന് പറഞ്ഞാൽ എന്താ, 3 plus n minus 1 into 6. സോ ഇവിടെ 3 ആഡ് ചെയ്തിരിക്കുകയാണ്. ആ 3-നെ നമുക്ക് എന്ത് ചെയ്യണം, അപ്പുറത്ത് കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം, സബ്ട്രാക്ട് ചെയ്യണം, കുറയ്ക്കണം. സോ 63 minus 3 is equal to എന്താണ്, n minus 1 into 6. എത്ര, 63-ൽ നിന്ന് 3 പോയാ 60. സംശയമൊന്നുമില്ല. സോ നമുക്ക് എന്ത് എഴുതാം, 60 is equal to എന്താ, n minus 1 into 6. ഇവിടെ 6 എന്ത് ചെയ്തേക്കുക, മൾട്ടിപ്ലൈ ചെയ്തേക്കുക, ഗുണിച്ചേക്കുക, അത് ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ 60 ഡിവൈഡഡ് ബൈ 6, 60 ഡിവൈഡ് ബൈ 6 is equal to എന്താണ്, n minus 1. സോ എന്താണ് 60 ഡിവൈഡഡ് ബൈ 6, 10. സോ 10 is equal to എന്തെന്ന് വരും, n minus 1. എന്നിനോട് 1 കുറച്ചപ്പോ 10 കിട്ടി. സോ n എത്രയാണ്, 10 plus 1, ആൻസർ എത്ര കിട്ടി, 11 കിട്ടി. സോ 63 ഈ AP-യിലെ ഒരു പദമാണെന്ന് നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ എത്രാമെന്ന് കിട്ടി, 11 എന്ന് കിട്ടി. സോ 11ാമത്തെ പദമാണെന്ത്, 63. ഇനി ചില ക്വസ്റ്റ്യനിൽ, ഈ ക്വസ്റ്റ്യൻ നമുക്ക് 11 കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 63 ഈ AP-യിലെ ഒരു പദമാണ്. എന്നിന്റെ വാല്യൂ നിങ്ങൾക്കൊരു നാച്ചുറൽ നമ്പർ, ഒരു എണ്ണൽ സംഖ്യ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത് ആ AP-യിലെ അല്ലെങ്കിൽ ആ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ഒരു സമാന്തര ശ്രേണിയിലെ ടേം ആണ്. ഇനി ഒരു പെർഫെക്റ്റ് നമ്പർ അല്ല കിട്ടുന്ന, ഒരു നാച്ചുറൽ നമ്പർ അല്ല കിട്ടുന്ന, ഒരു ഫ്രാക്ഷനാ കിട്ടുന്നത് എങ്കിൽ എന്ത് പറയാം, നമ്മൾ ഒരിക്കലും പറയത്തില്ല 63 എന്ന് പറയുന്നത് 11.2 പദമെന്ന് പറയത്തില്ല, അല്ലെങ്കിൽ 8.7 പദം നമ്മൾ പറയത്തില്ല. സോ ഒരു നാച്ചുറൽ നമ്പർ ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ആ AP-യിലെ ഒരു ടേം ആണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നൊരു പ്രോഗ്രഷൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു വ്യത്യാസം, ഒരു കോമൺ ഡിഫറൻസ് അവിടെ ഉണ്ടാവണം. ആ കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ഒന്നാമത്തെ പദം ഏതിൽ നിന്ന് കുറയ്ക്കണം, രണ്ടാമത്തെ പദത്തിൽ നിന്ന് കുറയ്ക്കണം, അല്ലെങ്കിൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം. എത്ര പദങ്ങൾ വന്നിട്ടുണ്ടോ ഏതെങ്കിലും അടുത്തടുത്തുള്ള പദങ്ങളുടെ വ്യത്യാസം അത് കുറയ്ക്കേണ്ടത് ഡിസെൻഡിങ് ആണ്. അതായത് 3-ൽ നിന്ന് 2 കുറയ്ക്കണം, 2-ൽ നിന്ന് 1 കുറയ്ക്കണം. അങ്ങനെ വ്യത്യാസങ്ങൾ തുല്യമാണെങ്കിൽ അതിനെയാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. എന്താണ് ഒരു nth ടേം, അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. AN is equal to എന്താണ്, A plus n minus 1 into D. ഈ ഫോർമുല ഉപയോഗിച്ച് ഒരു പദം തന്നു കഴിഞ്ഞാൽ അത് AP-യിലെ ആണോ എന്ന് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എത്രാമത്തെ പദമാണോ എന്ന് ചെക്ക് ചെയ്യാം. ഒത്തിരിയധികം ഉപയോഗങ്ങളുള്ള ഒരു ഫോർമുലയാണ് എന്താണ്, AN is equal to A plus n minus 1 into D. സോ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അരിത്തമെറ്റിക് പ്രോഗ്രഷനുമായിട്ട് ബന്ധപ്പെട്ട് AN-നുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡൗട്ടും ഇല്ല എന്ന് വിശ്വസിക്കുന്നു.